നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ കമ്പനിയിലെ ഷെയറുകൾ MSC എന്ന ഇറ്റാലിയൻ കമ്പനിക്ക് അദാനി കൈമാറിയത് വിവാദമായി തുടരുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ വിമർശനവുമായി വെള്ളാപ്പള്ളി. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി വിഴിഞ്ഞം തുറമുഖത്തെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കരുതെന്നും ഓഹരി കൈമാറ്റം ബിസിനസ് തർക്കമായി മാത്രം കാണേണ്ടതെന്നുമാണ് SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ പേരിൽ രാഷ്ട്രീയ പോര് ഉണ്ടാകരുതെന്നും വിഴിഞ്ഞത്തെ വെള്ളത്തിലാക്കരുതെന്നുമാണ് വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നത്. ഇടത് വലത് സർക്കാരുകൾ എടുത്ത നിലപാടുകളാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത്. വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് പദ്ധതിയുടെ പ്രസക്തി നഷ്ടപ്പെടുത്തരുത് എഡിറ്റോറിയൽ ആവശ്യപ്പെടുന്നു. അതേസമയം വിഴിഞ്ഞത്തിന്റെ ഓഹരി കൈമാറ്റത്തെ അനുകൂലിച്ച് പ്രതിപക്ഷ നയത്തിൽ നിന്നും വിഭിന്നമായി EP ജയരാജൻ കൈക്കൊണ്ട നിലപാടിനെയും വെള്ളാപ്പള്ളി പുകഴ്ത്തുന്നുണ്ട്. ജയരാജന്റെ നിലപാട് വിഴിഞ്ഞത്തിൽ പക്വതയുള്ളതാണ്. ഇത് ഒരു ബിസിനസ് തർക്കം മാത്രമാണ്. അദാനി കമ്പനി കാണിച്ചത് മര്യാദയല്ല, പക്ഷേ അതൊരു ബിസിനസ് തർക്കമാണ്. കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള വകുപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയ വിവാദമാക്കരുത് എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു. ഇടത് ഭരണം മാറിയതോടെ വെള്ളാപ്പള്ളിക്ക് നൽകുന്ന പിന്തുണയിൽ CPM മാറ്റം വരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ എതിർക്കാൻ CPM തയ്യാറായിരുന്നില്ല. ഇതോടെ വെള്ളാപ്പള്ളി ലീഗിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ഇത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൽ ഇടത് പിന്തുണ നഷ്ടമാക്കിയെന്നാണ് CPM വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണങ്ങളിലൊന്ന് വെള്ളാപ്പള്ളിക്ക് നൽകിയ കടുത്ത പിന്തുണയാണെന്നും പാർട്ടിയിൽ വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളിയിൽ നിന്നും CPM അകലം പാലിക്കുകയാണ്. ഭരണം മാറിയതോടെ വെള്ളാപ്പള്ളിയും കുരുക്കിലായി. മൈക്രോ ഫിനാൻസ് കേസ് ഹൈക്കോടതിയിലാണ്. ഇതിൽ സർക്കാർ നിലപാട് ഘടിപ്പിച്ചാൽ വെള്ളാപ്പള്ളി അകത്താകും. SNDPയിൽ വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായിരുന്ന മഹേഷിന്റെ മരണത്തിൽ ഭാര്യ നൽകിയ പരാതിയും സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത UDF വിമർശനം തുടർന്നാൽ വെള്ളാപ്പള്ളിക്ക് അത് ഭാവിയിൽ ദോഷം ചെയ്യും. മുഖ്യമന്ത്രി സതീശനെ അതിരു കടന്ന് വിമർശിച്ചതിനാൽ അതും തിരിച്ചടിയാണ്. ഇപ്പോൾ ഭരണപക്ഷമായ UDF അനുകൂല നിലപാടാണ് വെള്ളാപ്പള്ളി സ്വീകരിക്കുന്നത്. വിഴിഞ്ഞത്തിലും ഇതുതന്നെയാണ് പ്രതിഫലിക്കുന്നത്.